എബോള വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. വിദേശത്ത് നിന്ന് എത്തുന്ന രോഗലക്ഷണമുള്ളവർക്കായി ഐസൊലേഷനായി 3 ആശുപത്രികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര യാത്രക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിന് സാക്ഷ്യപത്രം സമർപ്പിക്കണമെന്നും സിയാൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ലാൽ കൃഷ്ണ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ലാൽ, വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എബോള, അത് ലോകവ്യാപകമായി. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ മുൻകരുതലുകൾ, ക്രമീകരണങ്ങൾ എന്തൊക്കെ? കൂടുതൽ അന്താരാഷ്ട്ര യാത്രക്കാരെത്തുന്ന ഒരു വിമാനത്താവളം എന്ന രീതിയിലാണ് കൊച്ചിയിൽ അധിക സുരക്ഷ, അതീവ ജാഗ്രത എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കോങ്കോ, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന മുഴുവൻ യാത്രക്കാരെയും കൃത്യമായി തന്നെ നിരീക്ഷിക്കാനും പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് രോഗലക്ഷണങ്ങളോട്, അതായത് പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ്, ഏകദേശം 2 മുതൽ 21 ദിവസത്തിനുള്ളിൽ ഇത്തരം ലക്ഷണമുള്ള ആളുകളിൽ രോഗമുണ്ടെങ്കിൽ അത് അതിൻ്റെ തീവ്രതയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദേശ യാത്രക്കാരായിട്ടുള്ള രോഗലക്ഷണമുള്ള ആളുകളെ പ്രത്യേകം നിരീക്ഷിക്കാനും പരിശോധിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ തെർമൽ സ്കാനിങ്ങിന് വിധേയമാക്കുന്നതിനോടൊപ്പം 21 ദിവസത്തെ ഇവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി ഇവരെ നിരീക്ഷിക്കാനും പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, എറണാകുളത്തെ 3 സർക്കാർ ആശുപത്രി, അതായത് ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ആലുവയിലുള്ള ജില്ലാ ആശുപത്രി, ഈ 3 ആശുപത്രികളിലാണ് ഐസൊലേഷൻ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആവശ്യമായിട്ട് വന്നാൽ മറ്റ് ആശുപത്രികൾ ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഏകദേശം കോവിഡിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അന്നത്തെ കാലത്ത് നമ്മൾ സ്വീകരിച്ച അതേ തരത്തിലുള്ള സുരക്ഷാ മാർഗ്ഗങ്ങൾ ഇപ്പോഴും അവലംബിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും തന്നെ പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വിധേയമാകണമെന്ന കാര്യം കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി തരും എന്ന കാര്യം കൂടി നിലവിൽ സിയാൽ അധികൃതർ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് വിദേശ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുന്ന ആളുകളും സമാനമായ രീതിയിൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് ആരോഗ്യവകുപ്പും പുറത്തുവിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.